ഈ ജിമ്മിൽ പോകുന്നവർക്ക് ഇന്റൻസ് വർക്കൗട്ടിന്റെ ഒക്കെ ഇടയിൽ കൊളാപ്സ് ചെയ്യുന്ന ഇൻസിഡൻസ് ഒരുപാടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു കാർഡിയോളജി കൺസേൺ ആയിട്ട് കാണേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായും ഇന്നത്തെ കാലത്ത് ആ ജിമ്മിൽ കേൾക്കുന്ന നമ്മളെ അപകടങ്ങളും പെട്ടെന്നുള്ള കൊലാപ്സും ഒക്കെ ഹാർട്ട് ഡിസീസിന്റെ കാരണം തന്നെയാണ് സംഭവിക്കുന്നത്. യുവാക്കളുടെ ഇടയിൽ ഹാർട്ട് ഡിസീസും ഹൃദയാഘാതത്തിന്റെ എണ്ണം എവറി ഡേ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വരിക, ഹൃദയസ്തംഭനം വരിക, ഇതൊക്കെ തന്നെയാണ് ജിമ്മിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, യങ് ആയ യുവാക്കൾക്ക് ഇതൊന്നും വരില്ല. അത് ടോട്ടലി റോങ് ആണ്. പണ്ട് മുതൽ നമുക്ക് പഠനങ്ങൾ പറയുന്നു, ഒരു വെസ്റ്റേൺ പോപ്പുലേഷൻ UK US നോക്കുകയാണെങ്കിൽ ഒരു 50 to 60 ആണ് ആവറേജ് ഹാർട്ട് അറ്റാക്ക് ഏജ് ആണെങ്കിൽ, ഇന്ത്യയിൽ നേരെ 10 വർഷം നേരത്തെയാണ് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ഏജ് ഓൺസെറ്റ്. കേരളത്തിൽ ഇതിന് ഇൻസിഡൻസ് കുറച്ചും കൂടി കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, പ്രമേഹ രോഗം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നും നമ്മുടെ കേരളത്തിൽ അതിന് ഇൻസിഡൻസും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ പറഞ്ഞ പോലെ ജെനറ്റിക്സും കാര്യങ്ങളും അല്ല. സോ നമ്മളിപ്പം ജെനറ്റിക്സ് അതൊരു വലിയൊരു വിഷയമാണ്. അതായത് നമ്മളൊരു പോപ്പുലേഷൻ കേരളത്തിലും ഇന്ത്യക്കാർക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവയർനെസ് ഉണ്ടെങ്കിലും അതിന് ആക്ഷൻ എടുക്കുന്നത് കുറവാണ്. ട്രീറ്റ്മെന്റ് ഓഫ് ദീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് സ്ട്രെസ് കൂടുന്നു, ജോലി, വർക്ക് പ്രഷേഴ്സ് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ് ലൈഫ് സ്റ്റൈൽ ആണല്ലോ. അപ്പോൾ അതിന് പിന്നാലെ ഓടുന്നതുകൊണ്ട് നമുക്ക് ഈ വക സിറ്റുവേഷനും ഇന്നത്തെ കാലത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്.